ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ബ്ലൂംസ് ടാക്സോണമിയാണ്. അപ്പോൾ ഇത് എല്ലാ HSA എഴുതുന്നവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ബ്ലൂംസ് ടാക്സോണമി എന്താണെന്ന് നോക്കാം. അപ്പോൾ ബ്ലൂംസ് ടാക്സോണമി ബെഞ്ചമിൻ ബ്ലൂം 1956 കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞിട്ട് ബ്ലൂംസ് ടാക്സോണമി ഒരു റിവൈസ്ഡ് ആയിട്ട് ആൻഡേഴ്സൺ ആൻഡ് ക്രാത്ത്വോൾ എന്ന് പറഞ്ഞ ആൾ 2001 കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് എന്താണെന്ന് നന്നായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഇതിൽ 1-2 മാർക്കിന് ഈ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ 1 മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എത്രത്തോളം വലുതാണെന്ന്. കാരണം ഒരു 10 റാങ്കിൻ്റെ ഉള്ളിൽ വരുമ്പോഴാണ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലുണ്ടാവുക. അപ്പോൾ ഫിസിക്കൽ സയൻസുകാരനെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു 10ഓളം ഓൾറെഡി PSCയിൽ റിപ്പോർട്ടായിട്ടുള്ളതാണ്. കാരണം HSA ഫിസിക്കൽ സയൻസിൻ്റെ എക്സാം നടന്നിട്ട് കുറച്ച് നാളായിട്ടുണ്ട്, കേസൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അവർക്കൊരു 10 പേർക്കൊക്കെ എന്തായാലും കിട്ടുന്നതാണ്. ഇപ്പോൾ കാസർഗോഡൊക്കെ 44 പേർക്ക് 44 പേരുടെ റിപ്പോർട്ട് എഴുതിയിട്ടുണ്ട് PSCയിൽ ഓൾറെഡി. അപ്പോൾ അവിടെയൊക്കെ എഴുതുന്നവർക്ക് കുറച്ചും കൂടി ഈസിയാണ്. പക്ഷേ അതുപോലെ തന്നെ കോമ്പറ്റീഷൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമുക്ക് പഠിക്കണം. അപ്പോൾ ഈ ടോപ്പിക്ക് നമുക്ക് വിട്ടുകളയരുത്. അധികം നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളില്ല, എന്നാലും ചിലപ്പോൾ ഇതിൽ നിന്ന് കൂടുതലായിട്ട് ചോദിച്ചെന്ന് വരാം. 2 മാർക്കിനൊക്കെ അല്ലെങ്കിൽ 1 മാർക്ക് 2 മാർക്കിനൊക്കെ ചോദിച്ചിരിക്കാം. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ബെഞ്ചമിൻ ബ്ലൂം 1956 ബ്ലൂംസ് ടാക്സോണമി കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞിട്ട് ആൻഡേഴ്സൺ ആൻഡ് ക്രാത്ത്വോൾ 2001 ബ്ലൂംസ് ടാക്സോണമി റിവൈസ് ചെയ്തത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ്? ആദ്യം നോളേജ്, കോംപ്രഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ, ഇങ്ങനെയാണ് ബെഞ്ചമിൻ ബ്ലൂംസ് ടാക്സോണമിനെ അറേഞ്ച് ചെയ്തത്. അപ്പോൾ ആദ്യം നോളേജ്, പിന്നെ കോംപ്രഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. അതിലെന്ത് മാറ്റമാണ് കൊണ്ടുവന്നത്? നമ്മുടെ ആൻഡേഴ്സൺ ആൻഡ് ക്രാത്ത്വോൾ എന്ത് മാറ്റം കൊണ്ടുവന്നു? അപ്പോൾ ആദ്യം റിമെമ്പറിങ് ആണ്, പിന്നെ അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ്, ക്രിയേറ്റിംഗ്. ഇപ്പോൾ റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ്, അപ്ലൈ, അനാലിസ്, ഇവാലുവേറ്റ്, ക്രിയേറ്റ്, ഇങ്ങനെ പറയാം. അപ്പോൾ ഇത് നൗണാണ് അല്ലേ? നൗണിൽ നിന്ന് ഒന്ന് ആക്ഷൻ വെർബിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ് എന്ത് ചെയ്തത്? ആൻഡേഴ്സൺ ആൻഡ് ക്രാത്ത്വോൾ ചെയ്തിരിക്കുന്നത്. ഇത് നൗണായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോളേജ്, കോംപ്രഹെൻഷൻ എന്നൊക്കെ പറയുന്നത് നൗണാണ്. അതൊരു ആക്ഷൻ വെർബിലേക്ക് ഒന്ന് മാറ്റി. അതുപോലെ എന്ത് മാറ്റമാണ് കൊണ്ടുവന്നത്? നൗണിനെ ആക്ഷൻ വെർബ് ആയിട്ട് മാറ്റി. അതുപോലെ തന്നെ ലോവർ ഓർഡർ തിങ്കിങ്ങും ഹയർ ഓർഡർ തിങ്കിങ് എന്നും പറഞ്ഞിട്ട് ഒന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈയിങ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ലോവർ ഓർഡർ തിങ്കിങ് ആണ്. അതുപോലെ അനലൈസിങ്, ഇവാലുവേറ്റിംഗ്, ക്രിയേറ്റിംഗ് ഒക്കെ എന്താണ്? ഹയർ ഓർഡർ തിങ്കിങ് ആണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കണം. ഇതെന്തായാലും നമ്മളിതിൻ്റെ ഓർഡർ പഠിച്ചിരിക്കണം. അപ്പോൾ ഇത് ഓർഡർ ഇത്തിരി നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുറച്ച് ഡൗട്ട് വരാം. കാരണം നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ കുറച്ച് ഡൗട്ട് വരാവുന്നതാണ്. അപ്പോൾ ഇതെന്തായാലും കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഇപ്പോൾ ഞാൻ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ കേസ് എന്ന് പഠിച്ചു. കേസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് CAC എന്ന് എഴുതാം, KEAC എന്ന് എഴുതാമെന്ന് വിചാരിക്കുക. അപ്പോൾ K എന്ന് പറയുന്നത് നോളേജ്, C കോംപ്രഹെൻഷൻ, ആപ്ലിക്കേഷൻ അതിൽ 2 വരുന്നുണ്ട്. ആദ്യം ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടാണ് അനാലൈസ് ചെയ്യുന്നത്, പിന്നെ സിന്തസിസ്, ഇവാലുവേഷൻ. അപ്പോൾ അങ്ങനെ ഒന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ ഇതിലെങ്ങനെയാണ്? റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, ഇതിൽ വരുന്ന പോലെ തന്നെ അപ്ലൈയിങ്, അനാലിസിങ്, ഇവാലുവേറ്റിംഗ്, ക്രിയേറ്റിംഗ്, ഇങ്ങനെ. അപ്പോൾ എന്തായാലും ഓർഡറിൽ പഠിക്കണം. എന്താണ്? ആദ്യം നോളേജ്, കോംപ്രഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. അതാണ് ബെഞ്ചമിൻ ബ്ലൂം കൊണ്ടുവന്നത്. മറ്റേത് റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ്, ക്രിയേറ്റിംഗ്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് എഴുതി വെച്ചിട്ട് പഠിച്ചോളണം കേട്ടോ. ഇനി നമുക്ക് ആൻഡേഴ്സൺ ക്രാത്ത്വോളിൽ റിമെമ്പർ എന്ന് പറയുന്നതിൽ കുറച്ച് ഫാക്ട്സ് വരുന്നുണ്ട്. റിമെമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇതുപോലെ ചോദിക്കാം. ഞാൻ ക്വസ്റ്റ്യൻസും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ റീകോൾ ഫാക്ട്സ്, നമുക്ക് എന്താ റിമെമ്പർ ചെയ്യാം. റീകോൾ നമ്മൾ പഠിച്ചിരുന്ന കാര്യങ്ങൾ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ മുന്നേ അറിയുന്ന കാര്യങ്ങൾ ഒന്ന് റീകോൾ ചെയ്യുക, ഫാക്ട്സുകളൊക്കെ ഒന്ന് റീകോൾ ചെയ്യുക. അതുപോലെ ബേസിക് കോൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്യുക. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? റിമെമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഡിഫൈൻ ചെയ്യുക. നമുക്ക് ഇപ്പോൾ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡിഫൈൻ ചെയ്യുക, മെമ്മറൈസ് ചെയ്യുക, അതിൽ സ്റ്റേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നതാണ്. അത് റിമെമ്പർ ചെയ്യുന്നതാണ്. അപ്പോൾ അത് എന്ത് ഓർഡറാണത്?
ലോവർ ഓർഡർ ആട്ടോ. ഈ മൂന്നാണ് റിമെമ്പർ, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അപ്ലൈ എന്താണ് ലോവർ ഓർഡറാണ്. അപ്പോൾ റീകോൾ ഫാക്ട്സ്, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡിഫൈൻ ദി എന്നൊക്കെ പറഞ്ഞ് പറയില്ലേ, അപ്പോൾ അതൊക്കെ എന്താണ് റിമെമ്പറിൽ വരുന്നതാണ്. അതുപോലെ ഇനി അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്താ വരുന്നത്, എക്സ്പ്ലെയിൻ ഐഡിയാസ് ഓർ കോൺസെപ്റ്റ്. നമുക്ക് അറിയുന്ന ഐഡിയാസിനെയും നമ്മൾ പഠിച്ച കോൺസെപ്റ്റ്സിനെയും എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും, ഡിസ്കസ് ദി എന്ന് പറഞ്ഞു ചോദിക്കും, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ, ഒരു എസ്സേ ടൈപ്പ് ഡിസ്കസ് ദി എന്നൊക്കെ, അല്ല എസ്സേ ടൈപ്പ് അല്ല, ഡിസ്കസ് ചെയ്യുക. എക്സ്പ്ലെയിൻ ദി എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യനോട് ബന്ധപ്പെട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അതൊക്കെ എന്താണ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്നത്. അപ്പോൾ ഇതെന്തായാലും ഇത് പഠിച്ചിരിക്കണം കേട്ടോ. എക്സ്പ്ലെയിൻ ഐഡിയാസ് ഓർ കോൺസെപ്റ്റ്. റിമെമ്പറിൽ എന്താ പറയുക, നമ്മൾ നമുക്ക് അറിയുന്ന കുറച്ച് ഫാക്ട്സും അതുപോലെ ബേസിക് കോൺസെപ്റ്റ്സ് ഒക്കെ ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യുക, സ്റ്റേറ്റ് ദി എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കില്ലേ. അപ്പോൾ അതൊക്കെ എന്താണ് റിമെമ്പറിൽ വരുന്ന ഒരു കാര്യമാണ്. അത് ലോവർ ഓർഡർ ആണെന്നും കൂടി ആലോചിക്കണം കേട്ടോ. പിന്നെ അടുത്തതാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമുക്കറിയുന്ന യൂസ് ഇൻഫോർമേഷൻ ഇൻ ന്യൂ സിറ്റുവേഷൻ, പുതിയൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, സോൾവ് ചെയ്യാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്യല്ലേ. നമുക്ക് അറിയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മളൊരു സ്ഥലത്ത് അപ്ലൈ ചെയ്യുന്നു. യൂസ് ചെയ്യുക, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അപ്ലൈൻ്റെയാണ്. അപ്പോൾ ഈ മൂന്നെണ്ണം എന്താണ് റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ്, അപ്ലൈ എന്ന് പറയുന്നത് എന്താണ് ലോവർ ഓർഡർ ആണെന്ന് ഓർത്തിരിക്കട്ടെ. ഇവിടെ ഞാൻ തെറ്റിയൊന്ന് എഴുതിയിട്ടുണ്ട്. ലോവർ ഓർഡർ ആണ്. യൂസ് ഇൻഫോർമേഷൻ ഇൻ ന്യൂ സിറ്റുവേഷൻ, എക്സിക്യൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് അപ്ലൈ ചെയ്യാമെന്ന് മനസ്സിലായില്ലേ. എക്സിക്യൂട്ട്, ഇംപ്ലിമെൻറ്റ്, സോൾവ്, യൂസ്, ഡെമോൺസ്ട്രേറ്റ്. അപ്പോൾ ഇത് മൂന്നും എന്തിലാണെന്ന് ഓർക്കണം, ലോവർ ഓർഡറിലാണ്. റിമെമ്പറിൽ എന്ത് വരുന്നു, ഡിഫൈൻ ചെയ്യണം, മെമ്മറൈസ് ചെയ്യണം, സ്റ്റേറ്റ് ചെയ്യണം. ഡിഫൈൻ റിമെമ്പറിലാണ് ആദ്യത്തെ ഇതിൽ. റിമെമ്പറിൽ എന്താണ് ഡിഫൈൻ ചെയ്യുക. ചെറിയ ക്വസ്റ്റ്യൻസ് ഡിഫൈൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കില്ലേ, എന്താണ് അങ്ങനെ ഡിഫൈൻ എന്ന് പറഞ്ഞിട്ട് കുറേ ചെറിയ ക്വസ്റ്റ്യൻസാണ്. ഇപ്പോൾ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ വരുന്ന പോലെ തന്നെയാണ്. അധികം നമുക്ക് അതിനെക്കുറിച്ച് എന്താ പറയുക സോൾവ് ചെയ്യാനോ അങ്ങനെയൊന്നും അല്ല വരുന്നത്. ഡിഫൈനിൽ ആദ്യത്തെ ഒരു കോൺസെപ്റ്റാണ്. ഇനി അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ എക്സ്പ്ലെയിൻഡ് ഐഡിയ, എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മളപ്പോൾ കുറച്ചും കൂടി നമ്മൾ ആ ക്വസ്റ്റ്യനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്ലൈ എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം, സോൾവ് ചെയ്യണം, അതൊക്കെ. ഇനി അടുത്തത് എന്താണ് അനാലിസിസ്. അതിലെന്താ പറയുന്നത്, ഡ്രോ കണക്ഷൻ എമംഗ് ഐഡിയാസ്. അതെന്താണ്, നമുക്ക് കണക്ട് ചെയ്യണം. നമുക്കറിയുന്നൊരു ഐഡിയ വെച്ചിട്ട് നമുക്ക് കണക്ഷൻ, അത് തമ്മിൽ എന്താണ് കമ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത്, അതുപോലെ എക്സാമിൻ ചെയ്യുന്നത്, എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് ഒക്കെ എന്താണ് അനലൈസിൽ വരുന്നതാണ്. ഡ്രോ കണക്ഷൻ എമംഗ് ഐഡിയാസിനെ കണക്ട് ചെയ്യുക. ഇപ്പോൾ കമ്പയർ ദിസ് ടു എന്നൊക്കെ പറഞ്ഞു വരില്ലേ, ദിസ് ടു കോൺസെപ്റ്റിനെ കമ്പയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് എന്താണ്, അതൊരു ഹയർ ഓർഡറാണ്. ഹയർ ഓർഡർ തിങ്കിങ്, ഹോട്ട്സ് ആണ്, ഹയർ ഓർഡർ തിങ്കിങ് ആണ്. അതാണ് എന്തെന്ന് പറയുന്നത് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അനലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഡ്രോ കണക്ഷൻ എമംഗ് ഐഡിയാസ്, കമ്പയർ ദി, ഓർഗനൈസ് ദി, കോൺട്രാസ്റ്റ്, എക്സാമിൻ ദി, എക്സ്പെരിമെൻറ്റ്, അങ്ങനെയൊക്കെ പറയുന്നത് എന്താണ് അനലൈസ് ചെയ്യുന്നതാണ്. ഇനി അടുത്തതാണ് ഇവാലുവേറ്റ് ചെയ്യുക. ഇവാലുവേറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റിഫൈ എ സ്റ്റാൻഡ് ഓർ ഡിസിഷൻ. നമുക്കറിയാം ജസ്റ്റിഫൈ ചെയ്യുക, ആ ഒരു ഡിസിഷനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുക. അതങ്ങനെ ഒരു എസ്സേ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ചോദിക്കില്ലേ, അതാണ്. എന്ന് വെച്ചാൽ അപ്രൈസ്, ആർഗ്യൂ, ഡിഫെൻഡ് ചെയ്യുക, ജഡ്ജ് ചെയ്യുക, സെലക്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലേ, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് വരിക. ഡിഫെൻഡ് ചെയ്യുക, ജഡ്ജ് ചെയ്യുക, അത് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് എഴുതേണ്ടി വരും അല്ലേ. ജസ്റ്റിഫൈ സ്റ്റാൻഡ്സ്, ജസ്റ്റിഫൈ ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണോ, അല്ല, വലിയൊരു ക്വസ്റ്റ്യൻ ആയി ജസ്റ്റിഫൈ ചെയ്യുന്ന പറയുമ്പോൾ അതൊന്ന് ഡിസിഷൻ എന്താ നമ്മൾക്ക് അറിയുന്ന, അപ്രൈസ്, ആർഗ്യൂ, ഡിഫെൻഡ്, ഇതൊക്കെ എന്താണ് എസ്സേ ടൈപ്പ് ഇവാലുവേറ്റിൽ വരുന്നതാണ്. ഇനി അടുത്തത് എന്താണ്, ഹയർ ഓർഡർ തിങ്കിങ്ങിൽ വരുന്നതാണ് ക്രിയേറ്റ് എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസ് ന്യൂ ഓർ ഒറിജിനൽ വർക്ക്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ന്യൂ അല്ലെങ്കിൽ ഒറിജിനൽ ഒരു പുതിയൊരു വർക്ക് ക്രിയേറ്റ് ചെയ്യണം. അതെന്താ, കൺസ്ട്രക്റ്റ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ഇതൊക്കെ എന്താണ് ഹയർ ഓർഡർ തിങ്കിങ്. അപ്പോൾ ക്രിയേറ്റീവ് വരുന്നത് എന്താണ്, ഹയർ ഓർഡർ തിങ്കിങ്. ഇതൊന്ന് എഴുതി വെച്ചിട്ടൊന്ന് പഠിച്ചോളൂ കേട്ടോ. ഏതാണ് ഈ ക്രിയേറ്റ്, ഇവാലുവേറ്റ്, അനാലിസിസ് എന്ന് പറയുന്നത് ഹയർ ഓർഡർ തിങ്കിങ്ങും, അതുപോലെ അപ്ലൈ, അണ്ടർസ്റ്റാൻഡ്, റിമെമ്പർ എന്ന് പറയുന്നത് ലോവർ ഓർഡർ തിങ്കിങ്ങുമാണ്. ഇനി ഇതിൽ ഓരോ കാര്യങ്ങൾ ഡിഫൈൻ, മെമ്മറൈസ്, ഡിസ്കസ്, ഇതെല്ലാം ചോദിക്കും. ഇത് ഹയർ ഓർഡർ ആണോ ലോവർ ഓർഡർ ആണോ ഒക്കെയാണ് ചോദിക്കുക. കുറച്ച് നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിരിക്കും. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഡൗട്ടായിരിക്കും. ഫസ്റ്റത്തെ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് ഡൗട്ട് തോന്നും, ഇതാണോ മറ്റേതാണോ എന്നൊക്കെയുള്ള ഡൗട്ട് തോന്നും. അപ്പോൾ അതെന്തായാലും ഓർത്തിരിക്കണം കേട്ടോ, ഒന്ന് എഴുതിയെടുത്തോളൂ. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ്, അതിനോട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഞാനതിൽ ഓപ്ഷൻസുകൾ കൊടുത്തിട്ടില്ല, ആൻസർ മാത്രം ആദ്യത്തിൽ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതറിയുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ബ്ലൂം ടാക്സോണമി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ്, എവിടെയാണ് ബ്ലൂംസ് ടാക്സോണമി ഇൻട്രൊഡ്യൂസ് ചെയ്തത്, യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോയിലാണ് ബ്ലൂംസ് ടാക്സോണമി ഇൻട്രൊഡ്യൂസ് ചെയ്തത്.
അപ്പോൾ അതറിയുന്നതായതുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻസ് കൊടുക്കാഞ്ഞത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ എഫക്റ്റീവ് ഡൊമൈൻ ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്? എഫക്റ്റീവ് ഡൊമൈൻ, നമ്മൾ 3 ടൈപ്പ് ഡൊമൈൻ, ഇതിലിപ്പോൾ ഞാൻ ബ്ലൂംസ് ടാക്സോണമി മാത്രമല്ല പറഞ്ഞത്, കുറച്ച് ഡൊമൈൻസിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതറിയാത്തവരൊന്ന് എഫക്റ്റീവ് ഡൊമൈൻ, അതുപോലെ കൊഗ്നിറ്റീവ് ഡൊമൈൻ, പിന്നെ നമുക്ക് സൈക്കോമോട്ടർ ഡൊമൈൻ, ഇങ്ങനെ 3 ഡൊമൈനുകളാണുള്ളത്. കൊഗ്നിറ്റീവ് ഡൊമൈൻ, നമ്മൾ സൈക്കോമോട്ടർ ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസിനെ പറയുന്നതാണ്. കൊഗ്നിറ്റീവ് ഡൊമൈൻ, അപ്പോൾ ഇതിൽ 2 ഓപ്ഷൻസാണ് തന്നിരിക്കുന്നത്. ഇതിലേതാണ് എഫക്റ്റീവ് ഡൊമൈൻ എന്നാണ് ചോദിച്ചത്. ലേണിംഗ് റിലേറ്റഡ് ടു ഇൻ്റലക്ച്വൽ നോളേജ്, സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്. നമുക്ക് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള നോളേജ് അല്ലെങ്കിൽ നമുക്ക് സ്കില്ല്, എബിലിറ്റീസ്, ഇതൊക്കെ എന്താണ്? കൊഗ്നിറ്റീവാണ്. കൊഗ്നിറ്റീവ് ഡൊമൈനാണ്. കൊഗ്നിറ്റീവ് ഡൊമൈനിൽ വരുന്നതാണ് ലേണിംഗ് റിലേറ്റഡ് ടു ഇൻ്റലക്ച്വൽ നോളേജ്, അതൊക്കെ നോക്കുന്നത്, സ്കിൽസ്, എബിലിറ്റീസ് ഒക്കെ വരുന്നത്. പക്ഷേ നമ്മുടെ എഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? അതെന്താണ്? ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസൊക്കെ ലേണിംഗ് റിലേറ്റഡ് ടു ചേഞ്ചസ് ഇൻ ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? എഫക്റ്റീവ് ഡൊമൈനാണ്. എഫക്റ്റീവ് ഡൊമൈനാണ് അല്ലേ? എന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷൻസും ഫീലിങ്സിനെ കുറിച്ച് ലേണിംഗ് റിലേറ്റഡ് ടു ദാറ്റ്, ലേണിംഗ് റിലേറ്റഡ് ടു ചേഞ്ചസ് ഇൻ ഇൻട്രസ്റ്റ്, അതൊക്കെയാണ് എന്താണ്? എഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻ്റലക്ച്വൽ നോളജ്, സ്കിൽ, അതുപോലെ നമ്മുടെ എബിലിറ്റീസ് ഒക്കെ പറയുന്നതാണ്. സൈക്കോമോട്ടർ ഡൊമൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കോഗ്നിറ്റീവ് ഡൊമൈൻ. അപ്പോൾ എഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? ഇമോഷൻസ് ആൻഡ് എന്താണ്? ഫീലിങ്സ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ സെക്കൻഡ് ആണെന്ന് മനസ്സിലായി അല്ലേ? ഇനി അടുത്തത്, നോട്ട് ദ കൊഗ്നിറ്റീവ് പ്രോസസ് ഡയമെൻഷൻ ഓഫ് ആൻഡേഴ്സൺ ആൻഡ് ക്രാത്തോൾ ടാക്സോണമി ഓഫ് ഇൻഡസ്ട്രിയൽ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇതിൽ ഏതാണ് ഇത് നമ്മുടെ ക്രാത്തോളും ആൻഡേഴ്സൺ ടാക്സോണമിയിലുള്ളത് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ബെഞ്ചമിനും പഠിച്ചു, നമ്മൾ ആൻഡേഴ്സൺ ക്രാത്തോൾ. അപ്പോൾ ഇത് നമ്മൾ ഓർത്തിരിക്കണം. ഞാൻ പറഞ്ഞൊരു കേസ് എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞു. ഇതെന്താണ്? ഇത് ബെഞ്ചമിൻ്റെയാണ്. നമ്മളെ നോളേജ്, കോംപ്രഹെൻഷൻ, അപ്ലൈ, അനാലിസിസ്, സിന്തസിസ്, പിന്നെന്താണ്? ഇതെന്താ? ഈ എന്ന് പറയുന്നത് ഇവാലുവേറ്റ് അല്ലേ? അത് നമ്മുടെ ആരുടെയാണ്? ബെഞ്ചമിൻ്റെയാണ്. മറ്റേത് എന്താണ്? റിമെമ്പർ അല്ലേ? അണ്ടർസ്റ്റാൻഡ്, ഇതൊക്കെ എന്താണ്? നമ്മുടെ ക്രാത്തോളിൻ്റെയാണ്. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നത് ക്രാത്തോളിൻ്റെയാണ് അല്ലേ? അപ്ലൈ എന്ന് പറയുന്നത്, സിന്തസിസ് എന്ന് പറയുന്നത് 2 പേർക്കും ഉണ്ട് അല്ലേ? പിന്നെ ഇവാലുവേറ്റ് ആരുടെയാണ്? സിന്തസിസ് എന്ന് പറഞ്ഞാൽ 2 പേർക്കും ഇല്ല കേട്ടോ. അനാലിസിസും അപ്ലൈയുമാണ് 2 പേർക്കും ഉള്ളത്. സിന്തസിസും അതുപോലെ കോംപ്രഹെൻഷനും ആർക്കാണുള്ളത്? ബെഞ്ചമിനാണുള്ളത് അല്ലേ? കോംപ്രഹെൻഷനും അതുപോലെ സിന്തസിസ് എന്ന് പറയുന്നത് ബെഞ്ചമിനാണുള്ളത്. ഓക്കെ, കോംപ്രഹെൻഷനും സിന്തസിസും ആർക്കാണ്? ബെഞ്ചമിനാണുള്ളത്. ബാക്കിയെല്ലാം ആരുടെയാണ്? ബാക്കിയെല്ലാം ആൻഡേഴ്സൺ ആൻഡ് ക്രാത്തോളിൻ്റെയാണ്. അപ്പോൾ ഇതിൽ സി, ബിയും ഡിയും ഓപ്ഷനാണ് ബെഞ്ചമിൻ്റെ ഉള്ളത്. അപ്പോൾ ഇതിൽ കൊഗ്നിറ്റീവ് പ്രോസസ് ഡൊമൈനിൽ ആൻഡേഴ്സൻ്റെ അല്ലാത്തത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ബിയും ഡിയുമാണ് അല്ലാത്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊന്നും നമ്മൾ പഠിച്ചാൽ നമുക്ക് ഈസി ആട്ടോ ഈ ക്വസ്റ്റ്യൻസൊക്കെ. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലേണിംഗ് സ്ട്രാറ്റജീസ് ആർ നോട്ട് ഡെവലപ്ഡ് ബൈ ബെഞ്ചമിൻ എസ് ബ്ലൂം? ബെഞ്ചമിൻ ബ്ലൂം ഡെവലപ്പ് ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിച്ചത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. Division of contents into units, diagnose the learning difficulties, attain mastery level by teachers, administrating unit test. ഇതിലേതാണെന്നാണ് ചോദിക്കുന്നത്. ബെഞ്ചമിൻ എസ് ബ്ലൂം ചെയ്യാത്തത്, സ്ട്രാറ്റജീസ് ആർ നോട്ട് ഡെവലപ്പ് ചെയ്യാത്തത് ഏതാണ്? ഇതിൽ മാസ്റ്ററി ലെവൽ ബൈ ടീച്ചേഴ്സാണ് ബെഞ്ചമിൻ എസ് ബ്ലൂം ഡെവലപ്പ് ചെയ്യാത്തത്. മാസ്റ്ററി ലെവൽ ഓഫ് ലേണിംഗ് ബ്ലൂമാണ് കൊണ്ടുവന്നത്. മാസ്റ്ററി ലെവൽ ഓഫ് ലേണിംഗ് ആണ് ബ്ലൂം കൊണ്ടുവന്നത്. പക്ഷേ മാസ്റ്ററി ലെവൽ ഓഫ് ടീച്ചേഴ്സ് ആരും കൊണ്ടുവന്നിട്ടില്ല. ബെഞ്ചമിൻ എസ് ബ്ലൂം കൊണ്ടുവന്നിട്ടില്ല. ഇനി മാസ്റ്ററി ലേണിംഗ് എന്ന് പറയുന്നത്, മാസ്റ്ററി ലേണിംഗ് ഇസ് എ ടേം ഫോർമുലേറ്റഡ് ബൈ ജോൺ ബി കാരോൾ ആൻഡ് ബെഞ്ചമിൻ ബ്ലൂം. ഇതെന്താണ്? നമ്മളെ മാക്സിമം ലെവൽ ഓഫ് ലേണിംഗ്. ഇപ്പോൾ നമ്മൾ ഫിസിക്സ് പഠിക്കണമെങ്കിൽ നമ്മളതിൻ്റെ മാസ്റ്ററാകും. അപ്പോൾ മാസ്റ്റർ ഓഫ് ഫിസിക്സ് MSc പഠിക്കുമ്പോൾ MSc ഫിസിക്സ് എന്ന് പറയുമ്പോൾ മാസ്റ്ററായി. നമ്മൾ അതിനെക്കുറിച്ച് എല്ലാം ഫിസിക്സിനെ കുറിച്ച് കിട്ടേണ്ടതായ മാക്സിമം ലെവൽ ഓഫ് പഠിക്കുന്നത് എന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ അതിനെക്കുറിച്ച് അറിയേണ്ടതെല്ലാം അറിഞ്ഞിരിക്കുന്നതാണ് എന്തെന്ന് പറയുക മാസ്റ്ററി ലെവൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ മാസ്റ്ററി ലേണിംഗ് എന്ന് പറഞ്ഞ ടേം ഫോർമുലേറ്റ് ചെയ്തത് ആരൊക്കെയാണ്? ജോൺ ബി കരോളും അതുപോലെ ബെഞ്ചമിൻ ബ്ലൂമാണ്. Mastery learning provides a compact and interesting way of increasing the likelihood that more students will attain a satisfactory level of performance in school subjects. അതിനെക്കുറിച്ച് ഫുള്ള് കാര്യങ്ങൾ, മൊത്തം കാര്യങ്ങൾ ആ കുട്ടികൾ പഠിക്കുന്നതാണ് മാസ്റ്ററി ലേണിംഗ് എന്ന് പറയുന്നത്.
അപ്പോൾ മാസ്റ്ററി ലെവൽ ഓഫ് ലേണിംഗ് കൊണ്ടുവന്നത് ബ്ലൂം ആണെങ്കിലും മാസ്റ്ററി ലെവൽ ബൈ ടീച്ചേഴ്സ് അത് ആര് കൊണ്ടുവന്നതല്ല, ബ്ലൂം കൊണ്ടുവന്നതല്ല. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഏതാണ്? ബാക്കി അഡ്മിനിസ്ട്രേറ്റിംഗ് യൂണിറ്റ് ടെസ്റ്റ്, ഡിവിഷൻ ഓഫ് കണ്ടന്റ് ഇൻ ടു യൂണിറ്റ്സ്, ഇതൊക്കെ ബ്ലൂം പറഞ്ഞ കാര്യങ്ങളാണ്. ഡയഗനൈസ് ദ ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, ഇതൊക്കെ ബ്ലൂം പറഞ്ഞ കാര്യങ്ങളാണ്, മറ്റേ ഇത് മാത്രമല്ല. ഓക്കെ, ഇനി അടുത്തത് According to Bloom's taxonomy, which of the following performance of the learner does not assess learning at the understanding level? ഇത് അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ വരാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ എന്താണ്? ഡിസ്കസ് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യും, അല്ല ഡിസ്കസ് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ അണ്ടർസ്റ്റാൻഡിങ് ലെവലാണ്. ഇതിലൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഈ ഡിഫൈൻ എന്ന് പറയുന്നത് ഇതിൽ വരുന്നതാണ്, റിമെമ്പറിൽ വരുന്നതാണ്. അപ്പോൾ 2 വരുന്നുണ്ട് അല്ലേ ബ്ലൂംസിലെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ വരാത്ത. അപ്പോൾ ഗിവിങ് എക്സാമ്പിൾ ഓഫ് എ കോൺസെപ്റ്റിന് ഒരു എക്സാമ്പിൾ കൊടുക്കുന്നത് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ലെവലിലുള്ളതല്ല. ഡിഫൈനിങ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഡിഫൈനിങ് ഇത് അണ്ടർസ്റ്റാൻഡിങ് ലെവലില്ല. കോൺസെപ്റ്റ് എക്സാമ്പിൾ, ഗിവിങ് എക്സാമ്പിൾ ഓഫ് എ കോൺസെപ്റ്റ്, ആ കോൺസെപ്റ്റിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് എന്തിൽ വരുന്നതാണ്? അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്നതാണ്. നമ്മൾ ആ കോൺസെപ്റ്റ് അല്ലേ, എക്സ്പ്ലെയിൻ ഐഡിയാസ് ഓർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്നതാണ് അല്ലേ, അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്നതാണ്. ഡിഫൈൻ എന്ന് പറയുമ്പോൾ ഇതിലാണ് വരുന്നത്, ഇത് റിമെമ്പറിൽ വരും അല്ലേ, റിമെമ്പറിൽ വരുന്നതാണ് കേട്ടോ. ഇതെവിടെ? സ്റ്റേറ്റിംഗ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 കോൺസെപ്റ്റ് തമ്മിൽ സ്റ്റേറ്റ് ചെയ്യുക. എവിടെ വരുന്നത് നോക്കിയാൽ കമ്പയർ ചെയ്യുക അല്ലേ. അനലൈസിലാണ് എന്ത് വരുന്നത്? ഇത് വരുന്നത് അല്ലേ. സ്റ്റേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഇതെന്ന് പറയാം അനാലിസിസ് ആണ്. പിന്നെ സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് എ കോൺസെപ്റ്റ് ഇൻ ഓൺ വേർഡ്സ്, അതെന്താണ്? അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെ വരുന്നതാണ് അല്ലേ. സ്റ്റേറ്റിംഗ് ദ മീനിങ് ഓഫ് എ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇൻ വൺസ് ഓൺ വേർഡ്സിൽ തന്നെ ആ കോൺസെപ്റ്റ് മീനിങ് സ്റ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് പഠിച്ചിരിക്കണം. കാരണം റിമെമ്പറിൽ വരുന്നത് ഡിഫൈനിങ്, അങ്ങനെ മെമ്മറൈസ് ചെയ്യുന്നു, സ്റ്റേറ്റ് ചെയ്യുന്നതൊക്കെയാണ് എന്തിൽ വരുന്നത്? റിമെമ്പറിൽ വരുന്നത്. അതിൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ ആ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കിയ അല്ലേ, എക്സ്പ്ലെയിൻസ് ഐഡിയാസ് ഓർ കോൺസെപ്റ്റ്, ഡിസ്കസ് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക, അതൊക്കെ ഓർത്തിരിക്കണം കേട്ടോ. കമ്പയർ എന്ന് പറയുന്നത് ഇവിടെ വരുന്നതാണ്, അനലൈസിൽ വരുന്നതാണ്. അപ്പോൾ ഇത് 2 അല്ല. ഇനി അടുത്തത് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഒബ്ജക്റ്റീവ് ഓഫ് അഫക്റ്റീവ് ഡൊമൈനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇമോഷൻസ് ആൻഡ് ഫീലിങ്സിനെ കുറിച്ച്. അപ്പോൾ അക്കോർഡിംഗ് ടു ബ്ലൂംസ് ടാക്സോണമി അതെങ്ങനെയാണ് അതിൻ്റെ ഒരു സീക്വൻസ് എന്ന് പറയുന്നത്? ആദ്യം റിസീവ് ചെയ്യും അല്ലേ, റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഒന്ന് പഠിച്ചോളാം. ഇത് ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഓപ്ഷൻസ് ഞാൻ കൊടുത്തിട്ടില്ല. റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ. അപ്പോൾ അതാണ് ബ്ലൂംസ് ടാക്സോണമിയുടെ അഫക്റ്റീവ് ഡൊമൈൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് അപ്ലിക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ഏതാണെന്നാണ് ചോദിക്കുക. ഇത് കുറച്ച് ചില ആൾക്കാർക്ക് ഇത് മാറിപ്പോകാറുണ്ട്. നമുക്ക് ഓപ്ഷൻസിൽ എയും സിയും ആണോ എന്നൊരു ഡൗട്ട് തോന്നും. അപ്പോൾ ആദ്യം നമുക്ക് ഡിഫൈൻ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഡിഫൈൻ സ്റ്റേറ്റ്മെൻറ്റ് ഏതിലാണ് വരുന്നത്? അണ്ടർസ്റ്റാൻഡിൽ അല്ലേ, റിമെമ്പറിൽ വരുന്നതാണ് ഡിഫൈൻ എന്ന് പറയുന്നത്. റീഡ് എഫക്റ്റീവ്ലി റീഡ് ചെയ്യുക, അതെന്താ ആപ്ലിക്കേഷനിൽ വരുന്നതാണോ? അല്ല. പക്ഷേ പുട്ട് സെൻട്രൽ വേർഡ്സ് ഇൻ യുവർ ഓൺ വേർഡ്സ്, നമ്മുടെ സെൻട്രൽ വേർഡ്സ് അത് നമ്മുടെ ഓൺ വേർഡ്സിൽ എഴുതുന്നു എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷനാണോ? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ചില ആൾക്കാർക്കത് ആപ്ലിക്കേഷൻ ആണോ എന്നൊരു ഡൗട്ട് തോന്നും. കാരണം എന്താ നോക്കിയത്, പക്ഷേ അത് ആപ്ലിക്കേഷൻ അല്ല. കാരണം നമ്മളുടേതായിട്ടുള്ള രീതിയിൽ അത് പറയുന്നു എന്നല്ലേ ഉള്ളൂ. ഒരു സെൻട്രൽ വേർഡിനെ നമ്മുടെ ഓൺ വേർഡ്സിൽ പറയുന്നു, അത് ആപ്ലിക്കേഷൻ അല്ല. ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ യൂസ് വൊക്കാബുലറി, മറ്റൊരു സിറ്റുവേഷനിൽ അത് യൂസ് ചെയ്യുന്നു, എന്ന് പറയും. വൊക്കാബുലറി ആയിട്ട് യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താ, അത് ആപ്ലിക്കേഷനാണ് അല്ലേ. അപ്പോൾ എ ആണ് ആൻസർ. മറ്റേതൊന്ന് ഇത് ഡൗട്ട് തോന്നും, പക്ഷേ നമ്മുടെ വേർഡ്സിൽ അതൊന്ന് മാറ്റി പറയുന്നു എന്നുള്ളത്, അതിലൊരു ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബ്ലൂംസ് ടാക്സോണമി ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. അതിൽ ഇതെന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. ഇങ്ങനെ നമുക്ക് പല രീതിയിൽ, ഇപ്പോൾ ഇവിടെ നമുക്ക് ഡൗട്ട് വന്ന പോലെ പല രീതിയിൽ ചോദിക്കാം. ഇനിയും ക്വസ്റ്റ്യൻസ് കിട്ടുവാണെങ്കിൽ ഞാനിതുപോലെ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, വേണ്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ HSAയുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നതാണ്. ഞാൻ കൂടുതലായിട്ടും ഫിസിക്കൽ സയൻസിലാണ് കുറച്ച് ടോപ്പിക്സ് കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വേണ്ടവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.